എടാ ഞങ്ങളൊരു 5 മിനിറ്റിൽ വരാമെന്ന് പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ച് 1/2 മണിക്കൂർ ലേറ്റ് ആക്കിയിട്ട് വരുന്നവരാണ് ഇത് ഈ വരുന്നവർ. ഈ കുട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് നേരെ ഹിസ്റ്റോളജി ലാബിൽ എത്താൻ പറ്റി, അധികം വഴിയൊന്നും തെറ്റാതെ. മണിപ്പാൽ വന്നിട്ട് ഹിസ്റ്റോളജി മാത്രം പഠിച്ചാൽ മതിയോ എന്ന് ഒരിടത്തിയെടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവള് പറയുക ഹിസ്റ്റോളജി പഠിക്കാൻ വന്നതാണ്, ജയലക്ഷ്മി സിലിസിൽ ഓഫർ ഉണ്ടോ, അങ്ങോട്ട് പോവാം. കഴിക്കാൻ പോകുന്നതിന് മുമ്പ് അലക്കാൻ മടിയുള്ള ഒരുത്തി നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി രണ്ടാമതൊരു കോട്ട് വാങ്ങാൻ വേണ്ടി നമ്മൾ ഗിരിജ സർജിക്കൽസിലോട്ടാണ് ആദ്യം പോയത്. ഗിരിജ സർജിക്കലിൽ കോട്ട് വാങ്ങിയാനാണ് പോയെങ്കിലും അവിടെ ചെന്നിട്ട് നമ്മൾ അവിടെ കിടന്ന സാധനങ്ങളെല്ലാം എടുത്തിട്ട് അലമ്പി ബഹളം ഉണ്ടാക്കി അവസാനം അവിടെ അവർ പറഞ്ഞു വിടേണ്ട ഒരു അവസ്ഥ വരെ എത്തി. കാര്യം കയ്യിലും കാലിലും ഒക്കെ ഈ സാധനം ഇതാ വെച്ചിട്ട് ഈ ചെറുക്കൻ ചുമ്മാ ആവശ്യമില്ലാതെ അവിടെ കിടന്ന് ബഹളം ഉണ്ടായിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഹിസ്റ്റോളജി ക്ലാസ്സിന്റെ ആദ്യ പാഠമായ ബർഗർ കിങ്ങിലേക്ക് എത്തി. ബർഗർ കിങ് വന്നപ്പോഴത്തേക്കും പിന്നെ ഫോട്ടോ എടുപ്പായി, ഇത് സ്നാപ്പിലിടലായി, ആൾക്കാരെ കാണിക്കലായി. നമ്മൾ മണിപ്പാൽ വന്ന് അടിച്ചു പൊളിക്കുന്നത് എന്താ. ഇവിടെ ഈ കടയിൽ കയറിയപ്പോഴത്തേക്കും ഞാൻ ഒന്ന് പേടിച്ചു കേട്ടോ. വേറെ ഒന്നുമല്ല, പെമ്പിള്ളേർ ഷോപ്പിങ്ങിന് കയറിയുള്ള അവസ്ഥ നിങ്ങൾക്ക് ഞാൻ പറയണ്ടല്ലോ. ബർഗർ മാത്രം ആക്കിയിട്ട് വയറിനൊരു സുഖമില്ല. എന്നാൽ പിന്നെ സബ്വേയും കൂടെ കഴിക്കാമെന്ന് പറഞ്ഞാൽ സബ്വേയിൽ കയറി. പക്ഷെ സബ്വേ എന്നെ തെറ്റിദ്ധരിപ്പിച്ചു. കാര്യം സബ്വേ കൂടുതലും പ്രോട്ടീൻ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡാണ് തരുന്നത്. അവർക്ക് ടേസ്റ്റിനെയും കാട്ടി പ്രാധാന്യം അതിനാണെന്ന് ഞാൻ പിന്നെയാണ് തിരിച്ചറിഞ്ഞത്. കാര്യം നമ്മൾ ഹിസ്റ്റോളജിയാണ് പഠിക്കാൻ വന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ബർഗറിന്റെ ലെയർ എത്രത്തോളം ഉണ്ട്, ചിക്കൻ്റെ പാറ്റിയുടെ അളവ് എത്രത്തോളം ഉണ്ട്, അതിനകത്ത് എത്രത്തോളം വെജീസ് അടുക്കി വെച്ചേക്കുന്നു, അതിനകത്തൊരു മൈക്രോസ്കോപ്പ് ഇട്ടാൽ എങ്ങനെ പഠിക്കാൻ പറ്റും, ആ രീതിക്ക് നമ്മൾ ബർഗറിനെയും സാൻഡ്വിച്ചിനെയും നല്ല രീതിക്ക് മനസ്സിലാക്കിയിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ. Our Sudeep's important quote. Don't eat maida. Eat multigrain with burger. മണിപ്പാലിലെ ഹിസ്റ്റോളജി ക്ലാസ് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയുള്ള നാളുകളിൽ നമ്മൾ ഹിസ്റ്റോളജി പഠിക്കുകയോ ഫുഡ് എക്സ്പ്ലോർ ചെയ്യുമോ എന്ന് കണ്ടറിയണം.